സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം BJP വക്താവ് റെജി ലൂക്കോസ് ആണ്. സാർ സ്വാഗതം. സാർ, ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടു കാണും. നിഷ്പ്രയാസം അങ്ങ് പരിഹരിച്ചുകൂടെ? ആ ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങ് രാജിവെപ്പിച്ചുകൂടെ? പ്രശ്നം പെട്ടെന്ന് തീർക്ക് സാർ. എന്താണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? അല്ല, ഇതിനകത്ത് ഈ CJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ അങ്ങനോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടും. അതായത് ഈ രാജ്യത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ബംഗ്ലാദേശ്, നേപ്പാൾ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ അരാജകത്വത്തിന്റെ പേരിൽ അവിടെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായി. ബംഗ്ലാദേശ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സുസ്ഥിരമായ ഒരു ഭരണത്തിനെതിരെ വർഗീയപരമായ ഒരു കലാപമായി അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് നാട് കിടന്നു. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ നേപ്പാളിലും ശ്രീലങ്കയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അപ്പൊ അത് ഇന്ത്യയിൽ ആവർത്തിക്കാനായിട്ടുള്ള ഒരു വിഫല ശ്രമത്തിന്റെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഈ CJP എന്ന് പറയുന്ന പാർട്ടി പാർട്ടി. ഇത് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പാർട്ടി പ്രസ്ഥാനം. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? ഒരു കാരണം കണ്ടെത്തി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ നിന്ന് വന്ന ഒരു ചെറിയ നിർദോഷമായ ഒരു പരാമർശം, പാറ്റകളെ പോലെ എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ആ വാക്കെടുത്തുകൊണ്ട് ഈ പറയുന്ന അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിലെ ഒരു റിസർച്ച് സ്റ്റുഡന്റ് അഭിജിത്ത് ദീപ്കെ, മഹാരാഷ്ട്ര സ്വദേശിയാണ്. അയാള് അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ഈ പാർട്ടി എന്നുള്ള CJP. നിർദോഷമായ ആ പരാമർശം പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അതിന്റെ റിലവൻസ് നഷ്ടപ്പെട്ടു ഈ പറയുന്ന ഇവരുന്നയിച്ച ആരോപണത്തിന്റെ. പിന്നീട് ഈ പ്രസ്ഥാനം സോഷ്യൽ മീഡിയയിലൂടെ വളരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ആരായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത്? ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഫോളോവേഴ്സായി. അതിന്റെ തെളിവ് സഹിതം പുറത്തു വന്നു പാകിസ്ഥാനിൽ നിന്നും. ഇപ്പൊ ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ഒരു അരാജകത്വം സൃഷ്ടിക്കുന്നതിനും കണ്ണും കാതും പുറത്തിപ്പിക്കുന്ന പാകിസ്ഥാനികൾ ഇതിന് പിന്തുണ കൊടുത്തു. പിന്നെ നമ്മുടെ രാജ്യത്തു നിന്നും കുറെ ആളുകൾ ഇതിനെ പിന്തുണച്ചു. പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ അസൂയാവർഹമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റം, ലോകത്തെ 4ാം സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നതിനൊക്കെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുള്ള കുറെ ശക്തികൾ ഇതിന് പിന്തുണ കൊടുത്തിട്ടാണ് ഇവർ വളർന്നു വരുന്നത്. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഇതിന്റെ വാർത്താ പ്രാധാന്യം കുറഞ്ഞു വന്നു. അതിനുശേഷമാണ് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡൽഹി ലാൻഡ് ചെയ്യുന്നത്. ഇയാള് ഇന്ത്യാവിരുദ്ധ പ്രസ്ഥാനങ്ങളും ഇയാളുടെ മൂവ്മെന്റ് ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരെയാണെന്ന്, ഇന്ത്യക്കെതിരെയാണെന്നുള്ള തിരിച്ചറിഞ്ഞ രാജ്യത്തെ വലിയൊരു വിഭാഗം, ഏതാണ്ട് 99% മനുഷ്യരും ചെറുപ്പക്കാരും ഇതിന് പിന്നീട് കാര്യമായ പിന്തുണ കൊടുക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഇയാൾ ഡൽഹി വന്നപ്പോൾ പോലീസും ഡൽഹി അതോറിറ്റിയും നേരിട്ട് എന്ന് ഇയാൾക്ക് അവിടെ ജന്തർ മന്ദറിൽ സത്യാഗ്രഹം നടത്താൻ അനുമതി കൊടുത്തു. പക്ഷേ നമ്മൾ കണ്ടൊരു വസ്തുത, മാധ്യമങ്ങൾ വലിയ കൊട്ടിക്കോഷിച്ച് ഇയാൾക്ക് പിന്തുണ കൊടുക്കാനായിട്ട് ചെന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ ഇയാളെ സ്വീകരിക്കാനായിട്ട് CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ മാധ്യമങ്ങൾ പ്രവർത്തകരാണ്. ജന്തർ മന്ദറിലും ആളില്ലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ലൈവായിട്ട് ആഘോഷിക്കാൻ പോയവർ ലൈവായിട്ട് തന്നെ കണ്ടിട്ട് പറഞ്ഞു അവിടെ ആളില്ല. അതിനുശേഷം അയാൾ 2 മണിക്കാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 100-ൽ താഴെ ആളുകൾ BJPക്ക് കേന്ദ്ര സർക്കാരിന് എതിരെ മാത്രം വാർത്ത പടച്ചുവിടുന്ന ചില മലയാളത്തിൽ നിന്നുള്ള വാർത്താ ചാനലുകൾ പോലും ആളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളെ കൂട്ടി അവിടെ ഇങ്ങനെ വന്ന് ഇത് ക്ലച്ച് പിടിക്കാൻ വന്നപ്പോഴാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ലഡാക്കിലെ ഒരു മൂവ്മെന്റിന്റെ ഒരാള് അയാളെ വിളിച്ചുകൊണ്ട് വന്ന് അയാളെ അവിടെ സത്യാഗ്രഹം ഇരുത്തിയപ്പോഴത്തേക്ക് വാർത്താ പ്രാധാന്യം കുറച്ചുകൂടെ കൂടി. പക്ഷെ ഇവിടെ ചോദ്യം ഒറ്റ കാര്യമുള്ളൂ. ഈ പറയുന്ന പാറ്റ എന്ന ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് വായിക്കുന്ന ഒരു വാക്കിന് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയൊരു മൂവ്മെന്റ്, അതിനുശേഷം സബ്ജക്റ്റുകൾ കൈവിട്ടപ്പോൾ അത് നീറ്റ് പരീക്ഷയിലേക്ക് വന്നു. ഈ പ്രസ്ഥാനത്തിന്റെ അണിയറ പോരാളികളായിട്ട് നടക്കുന്നവർ അവിടെ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ പരസ്യമായിട്ട് കാശ്മീര് സ്വതന്ത്രമാകണം, ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇങ്ങനെ ദേശവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും
ഹിന്ദു സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഇത് സന്ദർശിച്ചവരിൽ ആരൊക്കെയാണ് ഇവർ സന്ദർശിച്ചിരിക്കുന്നത്? ഇപ്പൊ അരുന്ധതി റോയ് അവിടെ പോയി അഭിവാദ്യം അർപ്പിച്ചു. ആരാണ് ഈ അരുന്ധതി റോയ്? അരുന്ധതി റോയ് പരസ്യമായിട്ട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ് ഈ അരുന്ധതി റോയ്. അങ്ങനെ അവിടെ ആ വേദിയിൽ വന്ന് കയറിയിരിക്കുന്നതിൽ ഏറ്റവും നിർഭാഗ്യം എന്ന് പറയട്ടെ, തങ്ങൾക്ക് 10 പേരെ പോലും കൂട്ടാൻ പറ്റിയിരുന്ന ഗതികേടിൽ നിൽക്കുന്ന CPM അതിന്റെ നേതൃത്വം MAVB, AA റഹീം, ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ഇതുപോലെ ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്താണ് അവിടെ രംഗത്തിറങ്ങി. അത് അവരുടെ ഗതികേടെന്ന് മാത്രമേ പറയാവുള്ളൂ. അത് തന്നെയുമല്ല, ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത്? നിങ്ങൾ ആലോചിക്കുക. അവിടെ ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും ബ്രാൻഡഡ് ഫുഡ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടലുകൾ, എവിടുന്നാണ് ഈ ഫണ്ട്? അത് നമ്മൾ അറിയണ്ടേ? അപ്പൊ ഇങ്ങനെ ദേശത്തിനും രാജ്യത്തിനും വിരുദ്ധമായിട്ട് ഈ രാജ്യത്തിനെ എന്താ പറയുക, ബലക്ഷയം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഉയർത്തിയിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലെ ഒരു വിഭാഗീയ ടേസ്റ്റ് ഉള്ള ഒരു സംഘടന ഉയർത്തിയിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാനന്റെ. പക്ഷെ സാർ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ സമീപ രാജ്യങ്ങളിൽ ബംഗ്ലാദേശ്, നേപ്പാളില് ഇത്തരം യുവജന പ്രക്ഷോഭങ്ങൾ കണ്ടു. നമ്മുടെ രാജ്യത്ത് ലഡാക്കിലും ഇത്തരം ഒരു മൂവ്മെന്റ് കണ്ടു. ഇതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ അഭിജിത് ദീപ്കെ ഒരു ക്രോക്രോച്ച് പാർട്ടി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയപ്പോഴേ ഈ വാല് പൊക്കുന്ന എന്തിനാണെന്ന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയതാണ്. എന്നിട്ടും ഇദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോൾ കൃത്യമായി അയാളെ നമുക്ക് അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കി ഒരു കരുതൽ തടവ് പോലെയോ അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നോ? ആ കാര്യത്തിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ സമരത്തിന്റെ മുഖം മാറിയനെ. അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിനുള്ളിലുള്ള ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരോട് എതിർപ്പുള്ളവരും ദേശവിരുദ്ധ മനോഭാവമുള്ളവരും സ്വാഭാവികമായിട്ടും ഇന്ത്യ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇതുപോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇതിലപ്പുറമായിട്ടുള്ള അറ്റാക്കുമായിട്ട് ഇന്ത്യയിൽ വന്നനെ. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണ് നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാരിന്റെ വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ, പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്തില്ല. അയാളെ അറസ്റ്റ് ചെയ്ത ആളുടെ ഉദ്യോഗസ്ഥന്മാര് അയാളെ എയർപോർട്ടിൽ ചെന്ന് അയാളോട് സംസാരിച്ച് അയക്കി അവിടെ പ്രകടനം നയിക്കാനായിട്ട്, പ്രതിഷേധം നയിക്കാനുള്ള അനുമതി കൊടുത്തതാണ്. അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ നാളുകളായി 2012 ശേഷം ഇന്ത്യ ജനാധിപത്യത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്, ജനാധിപത്യത്തിന് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഏകാധിപത്യ അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള ഭരണമാണ് ഇന്ത്യ നടക്കുന്നത്. ഇവരുടെ നിരന്തരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഇയാൾക്ക് സ്വതന്ത്രമായിട്ട് അവിടെ പോയി അയാളുടെ അനുയായികളോടൊപ്പം നടന്നിരിക്കാനുള്ള അവസരം കൊടുത്തത്. അതാണ് അതിന്റെ മറുപടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ അവിടെ തുഴഞ്ഞു കയറിയവര്. ഇപ്പൊ കേരളത്തിലേക്ക് നോക്കിയേ, ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നു, 2 വീഡിയോ പുറത്തു വന്നു. ഒന്നൊരു വയനാട്ടിലെ ഒരു യങ്മേൻ, അയാളൊരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നത്, കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ചാനലിന്റെ ലേഖിയ. അയാളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഇസ്ലാമിലെ ക്രോക്രോച്ച് പാർട്ടിയിലൂടെയാണ് ലോകത്തിന്റെ അവസാനം വരുന്നത്, അത് ഇസ്ലാമിക പ്രബോധനങ്ങളിൽ അത് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വന്നയാളുടെ ലക്ഷ്യം എന്നാൽ നീറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ രണ്ടാമത് ഒരുത്തന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഭയങ്കര വൈറലാണ് ആ വീഡിയോ. നോർത്ത് ഇന്ത്യയില അയാൾ എന്നാ പറഞ്ഞേ? അയാൾ പറഞ്ഞാൽ എല്ലാരോടും ഡൽഹിക്ക് പോകാൻ പറഞ്ഞു, അയക്ക് പോകാൻ യാത്ര ചെയ്യാൻ പറ്റാത്ത പരിക്കേൽപ്പിച്ചിരിക്കുക. ഈ കൈകൾ നേപ്പാളിലെ പ്രക്ഷോഭത്തിൽ നേപ്പാളിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയ്ക്ക് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചുള്ള കൈയാണ് തന്റെ കൈയിൽ നിന്ന് വൃത്തികേട്ടി. അയാളൊരു അന്താരാഷ്ട്ര കുറ്റവാളിയല്ലേ? അയാളൊരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. നമ്മുടെ ഖലിസ്ഥാൻവാദികൾ വലിയ ഫണ്ടൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. അല്ല, അതാ പറഞ്ഞേ, അയാള് നമ്മുടെ പാർലമെന്റിനെ വരെ ആക്രമിക്കാൻ ആഹ്വാനം നൽകും. ഡൽഹിയിലേക്ക് ചലിക്കാനായിട്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന അയാളെ ഇതുവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ നാട്. എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ദേശവിരുദ്ധ പ്രസ്താവന ഇത്രയ്ക്കും ഭീകരമായ രീതിയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു യുവാവ് ഇന്നുവരെ നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ആ ജില്ലയുടെ പേര് ഞാൻ പറയുന്നില്ല, അത് എന്റെ സംസ്കാരം കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശഭരിതമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരം വിഘടന സംഘടനകൾ നടത്തുന്ന ഈ സമരം വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമ്മുടെ സോനം വാങ്ചുക് അദ്ദേഹം ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിന്റെ നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചു. എന്താ കാരണം?
അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് വേറെ ഡിമാൻഡുകളൊന്നുമില്ല. അവരുടെ പേരിൽ പിന്നെ കുറ്റകൃത്യങ്ങളൊന്നും ചാർജ് ചെയ്തിട്ടുള്ള ഒന്നും ഡിമാൻഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമായി. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസ് നടത്തുന്ന ഈ സമരം ആത്മാർത്ഥമില്ലാത്തതാണ്. അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി അയാളുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ നോക്കണം. അയാൾ ആരാണെന്നുള്ളത്. അയാൾ ലഡാക്കിൽ നിന്ന് വരുന്ന ഒരാളാണ്. അയാളുടെ അച്ഛൻ തന്നെ ഒരു വികടമായ മാനസികാവസ്ഥയുള്ള ആളായിരുന്നു. ഈ വാങ്ചുക് എന്ന് പറഞ്ഞ വ്യക്തി 1988 പിന്നെ 82 എന്റെ ഓർമ്മ. അതെ 88 ടീനാമൻ സ്ക്വയർ എന്ന് പറയുന്ന ചൈനയിലെ ടീനാമൻ സ്ക്വയറിൽ അവിടുത്തെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, 10,000-കണക്കിന് ആളുകൾ അവിടെ ധർണ നടത്തി അവിടെ ജനാധിപത്യം വേണമെന്ന് ആഭാസപ്പെട്ടപ്പോൾ ആ ചൈനീസ് ഭരണകൂടം കിരാതമായ രീതിയിൽ ടാങ്കർ കയറ്റി 15,000-ഓളം ചെറുപ്പക്കാരെ കൊന്നു തള്ളിയ ആ സമയത്ത് തന്നെയാണ് ഇയാളൊരു വിദ്യാർത്ഥി മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലഡാക്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. പിന്നീട് അയാൾ ഒരു അമേരിക്കൻ ലേഡിയെ കല്യാണം കഴിച്ചിട്ട് അയാൾ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ പിന്നെ മൂവ്മെന്റ് നടത്തി. അതെല്ലാം ഈ രാജ്യത്തിനെതിരായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം അവരെ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഭാര്യയെ അയാൾ ഭരിക്കുന്നത്. ഇപ്പൊ 2 മൂവ്മെന്റുകളായിട്ട് അവിടെയുണ്ട്. അയാൾ സംശയത്തിന് നിലവിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ താൻ പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോഴാണ് തീർച്ചയായിട്ടും അയാൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. അയാൾ ഇപ്പൊ നിരാകാരത്തിൽ പിൻവലിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അയാളെ കൊണ്ടുവന്ന് ഈ സമരത്തിന് ഒരു ദേശീയ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അയാൾ നിരാകാരം കിടത്തിയ ആ വ്യക്തി തന്നെ ഈ സമരത്തിൽ പിൻവലിച്ചപ്പോൾ ഇത് തനിക്കും തന്റെ പ്രസ്ഥാനങ്ങൾക്ക് ദോഷം വരുമെന്നും ഇതൊരു രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിനോടൊപ്പം താൻ കൂടിയെന്നും അത് തന്നെയും ബാധിക്കുമെന്ന് ബോധ്യമായപ്പോഴാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി ഈ സമരം പിൻവലിച്ചത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രാജിയെ കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ചോദ്യ പേപ്പർ ചോരുന്നത്? അതെ. ഒന്ന് ആലോചിച്ച്. ഇപ്പൊ നീറ്റ് ചോദ്യ പേപ്പറുകൾ ചോർന്ന് അല്ലെങ്കിൽ അത് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു കെമിസ്ട്രി അധ്യാപകൻ അത് കച്ചവടം നടത്തിയെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് CBI തന്നെ അത് കണ്ടുപിടിച്ച് അതിൽ 8 പേരെ ജയിലിലിട്ടിരിക്കുക. ഇന്ത്യയിൽ ആദ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കിയേ. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചതിന് ശേഷം എത്ര തവണ PSC ചോദ്യ പേപ്പറുകൾ ചോർന്നു. DYFIക്കാരന്റെ വീട്ടിൽ നിന്ന് പോലും ചോദ്യ പേപ്പറുകൾ പിടിച്ചെടുത്തില്ലേ? അതുപോലെ DYFIക്കാരെ പരീക്ഷ എഴുതി റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് അക്കോമഡേഷൻ കൊടുക്കാത്തതുകൊണ്ട് എത്രയോ DYFIയുടെയും CPM-കാരുടെയും പിന്നെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത്. അതിന്റെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ആ പരീക്ഷ റദ്ദാക്കേണ്ട വന്നു. ഇവിടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മറ്റ് പിന്നെ ഘടകങ്ങളോ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ നടത്തിയിട്ടുണ്ടോ? അതേ CPM ഭരിച്ചതിന് ശേഷം അതേ പാർട്ടിയുടെ രാജ്യസഭ മെമ്പർമാരായിട്ടുള്ള അല്ല, അത് പറയുമ്പോൾ സാന്ദർഭികവശാൽ ഒരു കാര്യം കൂടി പറയണം സാർ. ഇത് നടൻ പ്രേംകുമാർ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചു വന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ആ സംഘടനയായിട്ട് ചേർന്ന് പോകാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. സെലിബ്രിറ്റികളുടെ കാര്യം പറയുമ്പോൾ അതും കൂടി പറയണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ കേരളത്തില് നമ്മൾ കേരളത്തിനെ കുറിച്ചും പറയാം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് കേരളത്തില് നമ്മുടെ ടൊവിനോ ഉൾപ്പെടെയുള്ള കുറെ സെലിബ്രിറ്റികൾ ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. നടൻ മോഹൻലാലിന്റെ മകൻ വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടി നിലപാടെടുത്തു. എന്റെ ചോദ്യം, ഇവരെന്തിനാ ഡൽഹിയിലേക്ക് പോകണം? കേരളത്തിൽ അനീതിയുടെ ഉച്ചസ്ഥായിൽ തന്നെ പല പരിപാടികൾ നടന്നു. ഇപ്പൊ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ സമരം ഏതാണ്ട് മാസങ്ങളോട് 1 വർഷത്തിനടുത്ത് നടന്നു. ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം അതിന് വേണ്ടിയിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എവിടെയായിരുന്നു? PSC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന യുവാക്കളെ കളിയാക്കിക്കൊണ്ട് അപമാനിച്ചുകൊണ്ടും സ്വന്തം പാർട്ടിയുടെ സഖാക്കളെ തിരികെ കയറ്റിയപ്പോൾ ഇവരാരെങ്കിലും ഈ കടുത്ത അനീതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയും, ഇവരാരെങ്കിലും പ്രതികരിച്ചോ? ഇവരിപ്പം ഈ പറയുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് ഇവർ പ്രതികരിക്കുന്നു. അപ്പൊ ഇവരുടെ ദേശീയ ബോധം എന്താണ്? ഇവർ സെലക്റ്റീവ് ആയിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നതിനെ കുറിച്ച് 100% അനുകൂലിക്കുന്ന ആളൊന്നുമില്ല, അത് തെറ്റാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചു. അതായത് നേരത്തെ സൂചിപ്പിച്ച് 8 പേരെ, കെമിസ്ട്രി അധ്യാപകർ ഉൾപ്പെടെ 8 പേരെ CBI അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലേക്ക് ഇട്ടു. പിന്നെ മിനിസ്റ്ററുടെ രാജി ആണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, പിന്നെ പഞ്ചാബ്, കർണാടക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എത്രയോ തവണ പരീക്ഷാ ബോർഡിൽ നിന്നും പരീക്ഷാ പേപ്പറുകൾ ചോർന്നു. ഏതെങ്കിലും മിനിസ്റ്റർ രാജിവെച്ചിട്ടുണ്ടോ? ഒരു മന്ത്രി എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ വകുപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാ. അത് വളരെ എന്താ പറയാ, വളരെ വളരെ അതല്ല സാർ, ഇതില് പ്രധാനമന്ത്രി ഇന്നലെ രാത്രി ഏറെ വൈകി ഒരു പ്രസ്താവന നടത്തുന്നു. മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഇതിൽ ഇടപെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതി സംവിധാനം ഉണ്ടാകുമെന്ന് പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കുന്നു, അടുത്ത തവണ മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനമാകും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായി അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിന് അത് മനസ്സിലായി, അദ്ദേഹം പിൻവാങ്ങുന്നു.
ഒരു വിഭാഗം ഇപ്പോഴും സമരം തുടരുന്നു. പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് പിന്തുണയായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. ഇവർക്ക് മാത്രം എന്താ ഇപ്പൊ ഈ കാര്യങ്ങൾ ബോധ്യമാകാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സമ്പന്നമായ വളർച്ച, അത്ഭുതം കൂറുന്ന ഒരു വളർച്ചയാണ് രാജ്യത്തിന്റെ. ഇപ്പൊ വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അത്യാവശ്യം യാത്ര ചെയ്തതാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യക്ക് മുൻകാലങ്ങളിൽ കിട്ടാതിരുന്ന ഒരു വലിയ പരിഗണന, ഒരു ഇന്ത്യക്കാരന് കിട്ടാതിരുന്ന പരിഗണനകൾ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി ഒരു പ്രൗഡായിട്ട് നമ്മളോട് തന്നെ പെരുമാറുന്നു. ലോകത്തിലെ 9 സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനം രാജ്യം നേടിയെടുത്തിരിക്കുന്നു. എല്ലാ സെഗ്മെന്റുകളിലും ഇന്ത്യ ലോകോത്തര ശക്തിയായി മാറിയിരിക്കുന്നു. അപ്പൊ ഇന്ത്യയെ തളർത്തുക എന്നുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് പിന്നെ വിദേശ ശക്തികള് ഇപ്പൊ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പേര് പറയുമ്പോൾ പാകിസ്ഥാനെ എന്റെ പേര് പറഞ്ഞ് ആഘോഷിക്കാന്നൊന്നും പറയണ്ട. അതുപോലുള്ള ശക്തികൾ അതിനകത്ത് ഒരാളെ പേര് ഞാൻ എടുത്ത് പറയാം. ജോർജ് സോറസ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ നേതാവാണ് അയാൾ. അയാളാണ് ബംഗ്ലാദേശിന്റെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അട്ടിമറി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തയാള്. എത്രയോ ഇന്ത്യക്കാരോട് മരിച്ചു വീണു, കൊന്നു തള്ളി, നിങ്ങൾ കണ്ടതല്ലേ? അപ്പൊ അയാളൊക്കെ ഇന്ത്യക്കെതിരാണ്. അപ്പൊ അവരുടെയൊക്കെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഈ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാകാത്ത രാഷ്ട്രീയ കക്ഷികളാണോ അതോ മനസ്സിലായിട്ട് തങ്ങൾക്ക് ഇപ്പോൾ ദേശീയ തലത്തിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. ഈ CPM-നെ പോലെ CPI പോലെ കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ കക്ഷികള് ഇതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്തുവാണെന്നുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ. കോൺഗ്രസ് ഭരിച്ചിരുന്ന 60 വർഷക്കാലത്ത് വിദ്യാഭ്യാസ മേഖലകളിൽ വന്നിരിക്കുന്ന ഈ വമ്പൻ അട്ടിമറികൾക്ക് ഇവരെന്തൊരു മറുപടി പറയും? ആ ഒരു ചോദ്യം ഇവിടെ ഇല്ല. അപ്പൊ ഇവർക്ക് എന്ത് ഇവരുടെ ആത്മാർത്ഥ? അവളെ ഈ വാങ്ചുക്കിന്റെ ഭാര്യ പറഞ്ഞത് കോൺഗ്രസിന്റെ സമരത്തിൽ ആത്മാർത്ഥതയുള്ളത്. പക്ഷെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ആ സമരം വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അറിയോ? അവർ ഇതുവരെ ഈ പറയുന്ന അഭിജിത് ദീപ്കയുടെയോ CJP-യുടെ പേര് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ മണ്ടത്തരങ്ങൾ മാത്രമേ ഈ അടുത്ത കാലത്ത് ചെയ്തു ശീലിച്ചിരിക്കുന്ന CPM-ന്റെ പിന്നെ നേതാക്കന്മാര് ഈ പറയുന്ന 2 പേരുടെ സമരവേദിയിൽ എത്തിയിരിക്കുന്നു. CPM എങ്ങനെയാണ് ഒരു ദേശവിരുദ്ധ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത്? ഒറ്റ മറുപടി ഉള്ളൂ. ദേശീയ തലത്തിൽ 10 പേരെ പോലും കൂട്ടാൻ പറ്റാത്ത കഴിവുകേടുകൾ ഇതുപോലെയുള്ള പാർട്ടികളുടെ വേദികളിൽ പോയി സംതൃപ്തി അടയാൻ വേണ്ടി ചെയ്യാന്ന് മാത്രമല്ലാണ്ട് വേറൊന്നുമില്ല. ഇവര് കേരളത്തിനോടും നാടിനോടും ഒരു മറുപടി പറയേണ്ടവരും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല അപബോധമുള്ളവർ. അതുകൊണ്ടല്ലേ ഇവിടെ ഈ പറയുന്ന വാങ്ചുക്കിന്റെ സമരം 1 മാസം പിന്നിട്ടിട്ട് ആള് കൂടാ വന്നപ്പോൾ ഈ വാങ്ചുക്കിനെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികളിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അഭിജിത് ദീപ്ക തന്നെ ഭയന്നു പോയിരിക്കുന്നു. അയാളെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ സമരത്തിൽ പഴലൊന്നും നുഴഞ്ഞു കയറിയിട്ടുണ്ടേ, ഞങ്ങളുടെ ഈ മൂവ്മെന്റിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷികളായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നായിരിക്കും പറയേണ്ട ഗതികളിലേക്ക് എത്തി. കാരണം എന്തുകൊണ്ടാ? അത് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുടെ രാജ്യമാണെന്നും ഇത്തരം തോന്നിവാസങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നടന്നാൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അത് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരാളാണ് അയാൾ എന്നാണ് മാത്രമാണ് അയാൾ ഇപ്പൊ ഭയന്ന് കുറ്റബോധത്തോടുകൂടി കാര്യം എന്ന് പറയുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റൂ? ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് എന്താ? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു രാജ്യത്ത്, സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, സമരത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതെല്ലാം കറക്റ്റാണ്. പക്ഷെ അത് ദേശവിരുദ്ധതയുടെ എലമെന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ യോജിക്കാൻ പറ്റും? പറയൂ, മറുപടി പറയൂ. അതല്ലേ ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് പോലും പിന്നെ എന്താ പറയാ, ഒരു അന്യ രാജ്യത്ത് പോയി പോലീസുകാരെ നിരവധി കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചൊരു കരങ്ങളാണ് ഇതെന്ന് പറയാൻ ധൈര്യം വന്ന ഒരു മലയാളി വരെ ഇവിടെ ഉണ്ടായെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പൊ ഈ മൂവ്മെന്റിന്റെ പിന്നിൽ എന്താ നടക്കുന്നത്? ഈ മൂവ്മെന്റിന്റെ പിന്നിൽ നീറ്റിന്റെ പരീക്ഷയിൽ വന്നൊക്കെ ചെറിയ ക്രമക്കേടിന്റെ പേരിൽ അവൾ സമരമല്ല, മറ്റു പല ദുഷ്ടശക്തികളും നുഴഞ്ഞു കയറാനുള്ളതാണ്. അവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ബ്രാൻഡഡ് ഫുഡാണ് വിളമ്പുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് 7 ഗുണ്ട സഹിതമാണ് കാവൽ നിൽക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഞാനിതിൽ നിന്ന് പിൻവലിക്കുകയാണ്, ഇതിന്റെ ഉദ്ദേശം ദേശവിരുദ്ധതയാണെന്ന് ബോധ്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ബൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഈ രാജ്യത്ത്. പിന്നെ ഇവരുടെ വേദികളിലേക്ക് പോകുന്നവരാരൊക്കെയാണ്? പ്രകാശ് രാജ്. ഈ പ്രകാശ് രാജ് ആരാ? 4 ഓർഡിനൻസിന്റെ പേരുള്ള ഒരു വ്യക്തി 3 സംസ്ഥാനങ്ങളിൽ. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അയ്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ്. വാഗമണിലാണ് ഭൂമി കൈകാര്യം. അയാളുടെ സ്വന്തം ജീവൻ തന്നെ എടുക്കൂ. അയക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ജീവിതം തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഇവരെ പോലുള്ള വിഘടന മാനസികാവസ്ഥയുള്ള രാജ്യത്തെ തകർക്കാനും രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കാനും ഈ മറ്റാരുടെയോ കോടാലിയായി പ്രവർത്തിക്കുന്നവരാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു. 70ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കിരാതമായിട്ടവിടെ മർദ്ദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരിൽ കുറെ ആളുകൾക്ക് മർദ്ദനം ഏറ്റതിന്റെ പേരിലുള്ള ചിത്രങ്ങൾ പുറത്തു വരിക. പാർലമെന്റിന് മുമ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പാർലമെന്റിന് മുമ്പിൽ വളഞ്ഞിരിക്കുന്ന AI ചിത്രങ്ങൾ കാട്ടി ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള പിന്നെ AI ചിത്രങ്ങൾ ഇവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സമരം എന്ന് പറയുന്നത്
ആത്യന്തികമായിട്ട് തിരുത്തലിന് വേണ്ടിയിട്ടായിരിക്കണം. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. അതൊരു ദേശത്തിനെതിരെയാണ്. അപ്പൊ യാതൊരു തരത്തിൽ അംഗീകരിക്കാൻ പാടില്ല. പ്രധാനമന്ത്രിയുടെ ആ ബൈറ്റ് ഞാനും കണ്ടു രാവിലെ. പ്രധാനമന്ത്രി ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി വരും, നിയമം ഉണ്ടാക്കും, ഇവരെ വെറുതെ വിടത്തില്ല. തന്നെയുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. യുവാക്കൾക്കും യുവതികൾക്കും യൂത്തിന് ശാക്തീകരണം നൽകിയ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭയാണ് നരേന്ദ്രമോദി നയിക്കുന്ന ഈ 12 വർഷമായിട്ടുള്ള BJP കേന്ദ്ര സർക്കാർ. അത് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിയിട്ട ക്രൂരമായ രീതിയിലുള്ള ഭരണം നടത്തിയത് കോൺഗ്രസ്സുകാരാണ്. 48% തൊഴിലില്ലായ്മയായിരുന്നു ഇന്ത്യയിൽ. ഇന്ന് ടെക്നോളജിയും മറ്റു പല കാര്യങ്ങളിലും ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഇന്ത്യയെ യുവാക്കളുടെ സ്വർണ്ണക്കനിയായി, അവസരങ്ങളുടെ കനിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തൊഴിലില്ലായ്മയുടെ വേറൊരു കാര്യം, തൊഴിലില്ലായ്മ ഇല്ലാത്തൊരു രാജ്യം ഭൂമിയിലില്ല. ഞാൻ ജീവിച്ചിട്ട് ജോലി ചെയ്തിരുന്ന അമേരിക്ക പോലും തൊഴിലില്ലായ്മയുണ്ട്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. പക്ഷെ അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു സർക്കാരിന്റെ വിഷൻ. ലോകത്തിൽ എവിടെ പോയാലും ഇന്ന് ഇന്ത്യൻ യുവാക്കളാണ് തൊഴിൽ മേഖലകളിലെ എന്താ പറയുക വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ അത് സാക്ഷികളാ പലയിടത്തും പോയി യാത്ര ചെയ്ത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ ഇവിടുന്ന് ചെറുപ്പക്കാരെ വിദേശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറുന്നത്? അങ്ങനെയുള്ള ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കോൺഗ്രസ് സർക്കാർ ഒന്നും ഈ രാജ്യത്ത് ചെയ്തിട്ടില്ല. അത് തന്നെയല്ലേ കേരളത്തിന്റെ അനുഭവങ്ങള്. ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവരെ ശാക്തീകരിക്കാനായിട്ടും അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് പദ്ധതിയാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? ഇവർക്ക് ലജ്ജയില്ലേ ഡൽഹി പോയി സമരം ചെയ്യാൻ? PSC എന്ന് പറയുന്ന ഏറ്റവും സുതാര്യമായിട്ട് നടത്തേണ്ട ഒരു പരീക്ഷാ സമ്പ്രദായത്തെ സ്വന്തം പാർട്ടിയുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് ക്രൂരമായ രീതിയിൽ അട്ടിമറിച്ചവരല്ലേ CPM. ഇന്നും അതിനെക്കുറിച്ച് വാർത്ത വന്നിരിക്കുന്നു. പരീക്ഷകളെല്ലാം റദ്ദാക്കിക്കൊണ്ടിരിക്കുക. എത്രയോ രീതിയിലുള്ള അട്ടിമറികൾ നടത്തിയായി അവർക്ക് കേന്ദ്രത്തിൽ നീറ്റിനെതിരെ സമരം ചെയ്യാൻ എന്ത് യോഗ്യതയുണ്ട്? അതല്ല നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനല്ലേ ഒരു മറുപടി പറയണ്ടേ? ഇത്തരം ഇരട്ടത്തപ്പ രാഷ്ട്രീയം നടിച്ചുകൊണ്ടല്ലേ കേരളത്തിലെ ജനങ്ങൾ അവരെ ധൈര്യമായിട്ട് എഴുത്തള്ളിയത്. 99-ൽ നിന്ന് 35-ലേക്ക് അവരെ എഴുത്തള്ളിയില്ലേ? എന്തുകൊണ്ടാണ്? കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ്, ഒരു വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളെ പോലെ ഒപ്പത്തിൽ അല്ലെങ്കിൽ ഒരു 5% മുകളിലുള്ള വിവേകബുദ്ധിയും വിവേകമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല. അതിശക്തമായ രീതിയിൽ ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു കാരണവശാൽ ഇതുപോലത്തുള്ള അരാജകത്വവാദികളായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വിദേശ ശക്തികളുടെ പണം വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന ആരോപണം പേറുന്ന ഇത്തരം ശക്തികളൊന്നും ഈ രാജ്യം കീഴടങ്ങുന്നില്ല. ആ ചരിത്രം ഇന്ത്യയിലില്ല. അതിന് മുമ്പ് ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ, മലപ്പുറത്തുള്ള ചെറുപ്പക്കാരൊക്കെ മോഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അത് നടക്കാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ സമ്മതിക്കത്തില്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ശരി.